ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. PSCയുടെ സ്ഥിരം ചോദ്യ മേഖലയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചുരങ്ങളാണ്. ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ചുരങ്ങൾ. കണ്ടോ സുഹൃത്തുക്കളെ, ഇതിനെയാണ് ചുരം എന്ന് പറയുന്നത്. ഉയരമേറിയ പർവ്വതനിരകൾക്ക് കുറുകെ മുറിച്ചു കടക്കുന്നതിന് അനുയോജ്യമായ പ്രകൃതിദത്തമായ വിടവുകൾ അല്ലെങ്കിൽ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് സുഹൃത്തുക്കളെ, ചുരങ്ങൾ എന്ന്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ടാണ് ഖൈബർ ചുരം. എന്താണ് ഖൈബർ ചുരം? PSC ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ചുരമാണ് കേട്ടോ ഖൈബർ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. ബോലൻ ചുരം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ചുരമാണ് ബോലൻ ചുരം. ഖൈബർ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോലൻ ചുരവും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ലാൻഡ് ഓഫ് പാസസ് അല്ലെങ്കിൽ ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആരാണ്? ലഡാക്ക് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ചുരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് ഖൈബർ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഖൈബർ ചുരം. ബോലൻ ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ചുരമാണ് ബോലൻ ചുരം. അതുപോലെ തന്നെ ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായുള്ള ചുരങ്ങളാണ് ലിപുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നഥുല ചുരം. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് ഇത്രയും. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായുള്ള അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചുരങ്ങളാണ് ലിപുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നഥുല ചുരം. ഒന്നും കൂടി പറയാം. ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായുള്ള ചുരങ്ങളാണ് ലിപുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം, നഥുല ചുരം. പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. സുഹൃത്തുക്കൾ പഠിക്കുക. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ട് എന്നങ്ങ് പഠിക്കുക. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ട് എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിക്കുക സുഹൃത്തുക്കള്. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ട് എന്നങ്ങ് പഠിക്കുക. ഉത്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരപർവ്വത മേഖലയെ സൂചിപ്പിക്കുന്നു. ഷിപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്കില ചുരം. നാഥനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഥുല ചുരം. സോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോജില ചുരം. ലിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപുലേഖ് ചുരം. ഈസിയാണേ കോഡ്. ഉത്തര ഷിപ്പിന്റെ നാഥനായ സോജിക്ക് ലിപ്പുണ്ടെന്നങ്ങ് പഠിക്കുക. ഉത്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരപർവ്വത മേഖല, ഷിപ്പിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്കില ചുരം, നാഥനായത് എന്ന് പറഞ്ഞാൽ നഥുല ചുരം, സോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോജില ചുരം, അതുപോലെ ലിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപുലേഖ് ചുരം. പഠിക്കുക. ഇനി നമുക്ക് PSC പ്രീവിയസ് ആയി ചോദിച്ച കുറച്ച് പോയിന്റ്സിലേക്ക് കടക്കാം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരമാണ് നഥുല ചുരം. കൈലാസ തീർത്ഥാടനത്തിനായിട്ട് ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് നഥുല ചുരമാണ്. സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചുരം നഥുല ചുരം. സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചുരം നഥുല ചുരമാണ്. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സത്ലജിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഷിപ്കില ചുരം. കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം നഥുല ചുരം. സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് നഥുല ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള ചുരങ്ങൾ പഠിക്കാം സുഹൃത്തുക്കൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈസി ടിപ്പ് ഉപയോഗിച്ച് അങ്ങ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ മറക്കില്ല. ടിപ്പ് എപ്പോഴും സുഹൃത്തുക്കൾ പഠിക്കുന്ന സമയത്ത് ഈ ടിപ്പ് കൂടി ചേർത്ത് വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് പഠനം ഈസി ആകും. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ ഉത്തരം എത്തുന്നതാണ്. ഈ ടിപ്പ് കൂടി പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഒന്നാമതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സോജില ചുരം. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് അല്ലേ സുഹൃത്തുക്കളെ? സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ്. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ ടിപ്പാണ്. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. ഓക്കെ ആണ് സുഹൃത്തുക്കളെ? സോജിയുടെ കാറ്
ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ടിപ്പ് കിട്ടിയേ. സോജിലാ ചുരം എന്ന് പറയുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജിയുടെ കാറ് ശ്രീ എടുത്തു എന്നങ്ങ് പഠിക്കുക. ബനിഹാൽ ചുരം ജമ്മുവിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബനിഹാൽ ചുരം എവിടെയൊക്കെയാ ബന്ധിക്കുന്നത്? ജമ്മുവിനെയും തമ്മിലാണ്. ഇതിൽ ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശ്രീനഗറിനെ സൂചിപ്പിക്കുന്നു. ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ശ്രീനഗറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ശ്രീക്ക് ജമ്മുവിൽ ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ടിപ്പ് ഇത്രയേ ഉള്ളൂ. ശ്രീക്ക് ജമ്മുവില് ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബനിഹാൽ ചുരം എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ജമ്മുവിനെയും ശ്രീനഗറിനെയുമാണ്. എന്താ നമ്മൾ കോഡ് പറഞ്ഞത്? ശ്രീക്ക് ജമ്മുവിൽ ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ശ്രീക്ക് ജമ്മുവില് ഹാൾ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബനിഹാൽ ചുരം ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും ശ്രീനഗറിനെയുമാണ്. അടുത്തതാണ് ഹർദുലങ്ക ചുരം. എന്താണ് ഹർദുലങ്ക ചുരം? ഹർദുലങ്ക ചുരം ബന്ധിപ്പിക്കുന്നത് ലേയിനെയും സിയാച്ചിനെയുമാണ്. ഹർദുലങ്ക ചുരം ബന്ധിപ്പിക്കുന്നത് ലേയിനെയും സിയാച്ചിനെയുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഹർദുലങ്ക ചുരം ബന്ധിപ്പിക്കുന്നത് ലേയിനെയും സിയാച്ചിനെയുമാണ്. ഇത് പഠിക്കാനുള്ള ടിപ്പ് ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. എന്താണ്? ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോ ഖർദുലുങ്ങ ചുരം എന്ന് പറയുന്നത് ലേയെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഖർദുലുങ്ങ ചുരം എന്ന് പറയുന്നത് ലേയെയും സിയാച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? ലേസിയയ്ക്ക് ഖർ ഉണ്ടെന്ന് പഠിക്കുക. ലേസിയയ്ക്ക് ഖർ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അടുത്തതാണ് ബാരാലാച്ച ചുരം. ബാരാലാച്ച ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെ സുഹൃത്തുക്കളെ? ലഹൂളിനെയും ലഡാക്കിനെയും തമ്മിലാണ്. ബാരാലാച്ച ചുരം ബന്ധിപ്പിക്കുന്നത് ലഹൂളിനെയും അതുപോലെ തന്നെ ലഡാക്കിനെയുമാണ്. ബാരാലാച്ച ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെ തമ്മിലാണ്? ലഹൂളിനെയും ലഡാക്കിനെയും തമ്മിലാണ്. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ ഈസിയാണ് സുഹൃത്തുക്കളെ. ഒന്നുമില്ല, നമ്മള് ലാലേനെ ബാ എന്ന് പറഞ്ഞ് വിളിക്കണം. എങ്ങനെയാണ്? ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കണം. ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കണം. ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ, ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കണം. അപ്പൊ നമ്മുടെ സുഹൃത്താണ് ലാല. ലാലേനെ നമ്മൾ ബാ പോകാം എന്ന് പറഞ്ഞ് വിളിക്കൂലേ? അപ്പൊ ലാലേനെ ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. അപ്പോ ബാരാലാച്ചില ചുരം ബന്ധിപ്പിക്കുന്നത് ആരെയൊക്കെയെന്ന് ചോദിച്ചാല് ലഹൂളിനെയും ലഡാക്കിനെയുമാണ്. അപ്പൊ എന്താ വിളിക്കാനുള്ളത്? ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. ലാല ബാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കുക. അപ്പോ ബാരാലാച്ചില ചുരം ബന്ധിപ്പിക്കുന്നത് ലഹൂളിനെയും ലഡാക്കിനെയുമാണ്. അടുത്തതാണ് നദുല ചുരം. നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. അല്ലെ സുഹൃത്തുക്കളെ? നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. നദുല ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാണ്? സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ഇത് പഠിക്കാൻ ഒരു ഈസി ഐഡിയ പറഞ്ഞുതരാം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, നദുലയുടെ നായും സിക്കിമിന്റെ സിയും ചേരുമ്പോ എന്താവും സുഹൃത്തുക്കളെ? നാസി എന്നാവൂലെ സുഹൃത്തുക്കളെ? നദുലയുടെ നായും സിക്കിമിന്റെ സിയും ചേരുമ്പോ നാസി എന്നാവും. അപ്പോ നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. അപ്പോ നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. നാസികള് ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. അപ്പോ നദുല ചുരം എവിടെയൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ഈസി ആയിട്ട് കിട്ടിയേ. നദുലയുടെ നായും സിക്കിമിന്റെ സിയും ചേർത്ത് നമുക്ക് നാസി എന്ന് കിട്ടും. നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. ടീ എന്ന് വെച്ചാൽ ടിബറ്റിനെ സൂചിപ്പിക്കുന്നു. അപ്പോ നദുല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നദുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കേണ്ട ടിപ്പ് എന്താ സുഹൃത്തുക്കളെ? നദുലയുടെ നായ എടുക്കുക, സിക്കിമിന്റെ സി എടുക്കുക. അപ്പോ നമുക്ക് നാസി എന്ന് കിട്ടും. നാസികൾ ടീ കുടിക്കുമെന്നങ്ങ് പഠിക്കുക. നാസികള് ടീ കുടിക്കുമെന്ന് പഠിക്കുക. ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റ് ആണ്. അടുത്തതാണ് ജെപ്ല ചുരം. എന്താണ് ജെപ്ല ചുരം? ജെപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ലാസയുമാണ്. ജെപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് ആരെയൊക്കെയാണ്? സിക്കിമിനെയും ലാസയെയുമാണ്. ജെപ്ല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും അതുപോലെ തന്നെ ലാസയുമാണ്. സുഹൃത്തുക്കളെ, ഇത് പഠിക്കാനുള്ള ടിപ്പ് ഒന്നുമില്ല. ഈ ലസ്സി ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ലസ്സി നമ്മളെ ഈ തൈര് വെച്ചുണ്ടാക്കുന്ന ഒരു പാനീയമാണ് അല്ലെ ലസ്സി. ഈ ലസ്സി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ജലം വേണം സുഹൃത്തുക്കളെ. ലസ്സി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ജലം വേണം സുഹൃത്തുക്കളെ. അപ്പോ ജെപ്ല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബന്ധിപ്പിക്കുന്നത് ആരെയൊക്കെയാണ്? സിക്കിമിനെയും ലാസയിനുമാണ്. നമ്മുടെ കോഡ് എന്താണ്? ലസ്സി. അതായത് ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ കുടിക്കുന്ന ഒരു പാനീയമാണ് ലസ്സി എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മുടെ തൈര് ജലം ചേർത്ത് നിർമ്മിക്കുന്ന ഒരു പാനീയമാണ്. അപ്പോ ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ജലം വേണമെന്നങ്ങ് പഠിക്കുക. ലസ്സി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം സുഹൃത്തുക്കളെ? ജലം വേണമെന്നങ്ങ് പഠിക്കുക. അപ്പോ ജെപ്ല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ജെപ്ല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിക്കിമിനെയും ലാസയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കുക. ടിപ്പ് എന്താ സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത്?
ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ജലം വേണം. ലസ്സി ഉണ്ടാക്കണമെങ്കിൽ ജലം വേണം. പഠിക്കുക. അടുത്തതാണ് ലിപുലേഖ് ചുരം. എന്താണ് ലിപുലേഖ് ചുരം? ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന ആരെയൊക്കെയാണ്? ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയുമാണ്. അടുത്തതാണ് ബോംഡില ചുരം. എന്താണ് ബോംഡില ചുരം? അടുത്ത ചുരമാണ് ബോംഡില ചുരം. ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ. അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത്. ഇതിൽ ടിബറ്റിനെ നമ്മൾ എപ്പോഴും ടി എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ടിപ്പ്. അരുണ് ടീയോടൊപ്പം ബോണ്ട കഴിച്ചു എന്നങ്ങ് പഠിക്കുക. അരുണ് ടീയോടൊപ്പം ബോണ്ട കഴിച്ചു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ബോംഡില ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ്. നമ്മുടെ ഈസി ടിപ്പ് എന്താ സുഹൃത്തുക്കളെ? അരുണ് ടീയോടൊപ്പം ബോണ്ട കഴിച്ചു, അല്ലെങ്കിൽ അരുൺ ബോണ്ടയും ടീയും കഴിച്ചു എന്ന് പഠിച്ചാലും മതി. അരുണ് ബോണ്ടയും ടീയും കഴിച്ചു എന്നങ്ങ് പഠിച്ചാലും മതി. അപ്പോ ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പഠിക്കുക. അടുത്തതാണ് ദിഹാങ് ചുരം. ദിഹാങ് ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് ചുരം. അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ദിഹാങ് ചുരം. എന്താ പേരന്റെ? ദിഹാങ് ചുരം. പഠിക്കുക. അപ്പോ ദിഹാങ് ചുരം ബന്ധിപ്പിക്കുന്നത് അരുണാചൽ പ്രദേശിനെയും അതുപോലെ തന്നെ മാണ്ഡിലെയുമാണ്. അരുണാചൽ പ്രദേശിനെയും മാണ്ഡിലെയുമാണ് ആര് ബന്ധിപ്പിക്കുന്നത്? ദിഹാങ് ചുരം. ആരാണ്? ദിഹാങ് ചുരം. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദി. പഠിച്ചു വെച്ചോളെ. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ലൂണി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി എന്നറിയപ്പെടുന്നത് ലൂണി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ലൂണി നദിയാണ്. സാൾട്ട് വാട്ടർ റിവർ എന്നും ലവണവാരി എന്നും അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ലൂണി നദിയാണ്. സാൾട്ട് റിവർ എന്നും ലവണവാരി എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണെന്ന് ചോദിച്ചാൽ അത് ലൂണി നദിയാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ലൂണി നദി. പഠിച്ചോളെ. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ലൂണി നദിയാണ്. ആരവല്ലി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ലൂണി നദിയാണ്. അല്ലെങ്കിൽ ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ അത് ആരവല്ലി കുന്നുകളാണ്. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്നത് സാഗർമതിയാണ് കേട്ടോ. അത് പഠിച്ചോളെ. സാഗർമതി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? സാഗർമതിയാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആരവല്ലി കുന്നുകളുടെ ഭാഗമാണെന്ന് കൂടി സുഹൃത്തുക്കൾ ഓർക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ലൂണി നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി എന്നറിയപ്പെടുന്നത് ലൂണി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി എന്നറിയപ്പെടുന്നത് ലൂണി നദിയാണ്. സാൾട്ട് റിവർ എന്നും ലവണവാരി എന്നും അറിയപ്പെടുന്ന നദി ലൂണി നദി. സാൾട്ട് റിവർ എന്നും ലവണവാരി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ചോദിച്ചാൽ ലൂണി നദിയാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ലൂണിയാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ലൂണിയാണ്. ആരവല്ലി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ലൂണി നദി. ആരവല്ലി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ അത് ലൂണി നദിയാണ്. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്നതാണ് സാഗർമതി. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർമതി. അടുത്തതാണ് നമ്മൾ തിണകളെ പറ്റി. PSC ഇപ്പോഴും പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് തിണകൾ. സംഘകൃതികൾക്കനുസരിച്ച് പ്രാചീന തമിഴകത്തെ 5ആയി തരംതിരിക്കുന്നു. എന്തിനനുസരിച്ചാണ്? സംഘകൃതികൾക്കനുസരിച്ച് പ്രാചീന തമിഴകത്തെ 5ആയി തരംതിരിക്കുന്നു. ഇവയെ തിണകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? തിണകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സംഘം കൃതികൾക്കനുസരിച്ച് പ്രാചീന തമിഴകത്തെ 5ആയി തരംതിരിക്കുന്നു. ഇവയെ തിണകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. തിണകൾക്ക് അതിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുണ്ട്. തിണകൾക്ക് അതിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുണ്ട് എന്നങ്ങ് പഠിക്കുക. നമുക്ക് മൊത്തം 5 തിണകളുണ്ട്. ഈ 5 തിണകളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. മൊത്തം തിണകളുടെ എണ്ണം എത്രയാണ്? 5 ഈ 5 തിണകളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യമായി പഠിക്കാനുള്ളതാണ് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മലകൾ അല്ലെങ്കിൽ മലയോരങ്ങളാണ്. മലകൾ അല്ലെങ്കിൽ മലയോര മേഖലയിൽ വസിച്ചിരുന്ന വ്യക്തികളെ വിളിച്ചിരുന്ന അല്ലെങ്കിൽ ആൾക്കാരെ വിളിച്ചിരുന്ന പേരായിരുന്നു കുറിഞ്ചി എന്ന്. മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും പുൽമേടും നിറഞ്ഞ പ്രദേശം. മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും പുൽമേടും നിറഞ്ഞ പ്രദേശമാണ്. പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശം. പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശം. മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ പ്രദേശം. മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ പ്രദേശം. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരപ്രദേശമാണ്. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരപ്രദേശമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 5 തിണകളും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ തിണയാണ് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകൾ അല്ലെങ്കിൽ മലയോര മേഖലയാണ്.
മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും പുൽമേടും നിറഞ്ഞതാണ്. പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലിനെ സൂചിപ്പിക്കുന്നു. നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശത്തെ സൂചിപ്പിക്കുന്നു. പഠിക്കും. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. പഠിച്ചോളണേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായ ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായ ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പറഞ്ഞേ. അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും അത് രാജസ്ഥാനാണ്. സംഭരണത്തിനായി ഗുജ്ജർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. സംഭരണത്തിനായി ഗുജ്ജർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. കുടിവെള്ളത്തിനായി ആദ്യമായി ATM ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. കുടിവെള്ളത്തിനായി ATM ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും പ്രീവിയസ് ആയി ചോദിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായ ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. സംഭരണത്തിനായി ഗുജ്ജർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. സംഭരണത്തിനായിട്ട് ഗുജ്ജർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. കുടിവെള്ളത്തിനായി ATM ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്തതായി PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മേഖലയാണ് പ്രകാശം. താഴെ പറയുന്നവയിൽ പ്രാഥമിക വർണ്ണത്തിൽ പെടാത്തതേത്? ഇതാണ് PSC ചോദിച്ചത്. താഴെ പറയുന്നവയിൽ പ്രാഥമിക വർണ്ണത്തിൽ പെടാത്തതേതാണ്? ഉത്തരം ആരാടെ? മഞ്ഞയാണ്. ഉത്തരം എന്താണ്? മഞ്ഞയാണ്. അതിനർത്ഥം ചുവപ്പും പച്ച നീല എന്നീ നിറങ്ങൾ ആരാടെ? പ്രാഥമിക വർണ്ണമാണ്. സുഹൃത്തുക്കൾ അതും നന്നായിട്ട് പഠിച്ചോളുക. പ്രകാശത്തിന്റെ വേഗത. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഇതാടെ PSC ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചത്. 8.2 മിനിറ്റ്. എത്രയാണ്? 8.2 മിനിറ്റ്. ഇത് ആദ്യകാലങ്ങളിൽ PSC ഒത്തിരി തവണ ഇതായിരുന്നു ഉത്തര സൂചികയിൽ വന്നിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് PSC 500 സെക്കൻഡിലേക്ക് മാറിയത്. ഇപ്പോഴുള്ള എല്ലാ ചോദ്യങ്ങളിലും കാണുന്നത് ഈ 500 സെക്കൻഡ് ആണ് ഓപ്ഷനിൽ കാണുന്നത്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണെന്ന്? 1.3 സെക്കൻഡ്, 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്തുന്നതിന് വേണ്ടത് 1.3 സെക്കൻഡ് മതി. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത കൈവരിക്കുന്നത്, ഒരുപാട് തവണ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ, പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയുന്നത് ശൂന്യതയിൽ. മറക്കരുത്, എവിടെയാണ്? ശൂന്യതയിൽ. ഓപ്ഷനിൽ ഒത്തിരി കാണും, ജലത്തില്, വായുവില് എന്നൊക്കെ പറഞ്ഞ് കാണും. ഒരു പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത കൈവരിക്കുന്നത് എവിടെയാണ്? അത് ശൂന്യതയിലാണ്. ഏറ്റവും കൂടുതൽ വേഗത കൈവരിക്കുന്നതാണെങ്കിൽ PSC ഉറപ്പായിട്ടും ഏറ്റവും കുറവ് വേഗതയും എന്ത് ചെയ്യും? ചോദിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് വേഗത കൈവരിക്കുന്നത് വജ്രത്തിലാണ്. പ്രകാശം ഏറ്റവും കുറച്ചു വേഗത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വേഗത കുറവായി സഞ്ചരിക്കുന്ന വസ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, അത് വജ്രത്തിലൂടെയാണ്. ഏതിലൂടെയാണ്? വജ്രത്തിലൂടെയാണ്. ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ചുവപ്പ്, നീല, പച്ച. മറക്കരുത്, ഏതൊക്കെയാണ്? ചുവപ്പ്, നീല, പച്ച. പണ്ടത്തെ CRT മോണിറ്റർ ആയിരുന്നാലും ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന LCD LED പാനലുകൾ ആണെങ്കിലും ഇവയുടെയും അടിസ്ഥാന നിറം ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ ഓർക്കുക, അത് ചുവപ്പ്, നീല, പച്ച എന്നീ നിറങ്ങളിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ടെലിവിഷനിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ഏത് എന്നൊക്കെ പറഞ്ഞ് PSC ചോദിച്ചിട്ടുണ്ട്. അത് സുഹൃത്തുക്കൾ ആലോചിച്ചോളുക. ചുവപ്പ്, നീല, പച്ച എന്നീ പ്രാഥമിക നിറങ്ങളാണ് ടെലിവിഷൻ സംപ്രേഷണം അല്ലെങ്കിൽ ടെലിവിഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 2 ആണ്. മറക്കരുത്,
ഇന്ത്യയിലെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ എത്രയാ സുഹൃത്തുക്കളെ? ഭാഗം 2 ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വമാണ് ഏക പൗരത്വം. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം എന്താണ്? ഏക പൗരത്വമാണ്. എന്ത് പൗരത്വമാണ്? ഏക പൗരത്വം. ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 5 മുതൽ 11 വരെ. എത്ര മുതൽ എത്ര വരെയാണ്? 5 വകുപ്പ് മുതൽ 11 വകുപ്പ് വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടി പറയാം, പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാലാണ് 2. ഇന്ത്യൻ ഭരണഘടനയെ വിഭാവനം ചെയ്യുന്ന പൗരത്വം ചോദിച്ചു കഴിഞ്ഞാൽ ഏക പൗരത്വം. ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 മുതൽ 11 വരെ. പൗരത്വ നിയമം പാസാക്കിയ വർഷം 1955. പൗരത്വ നിയമം പാസാക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1955. എത്രയാ സുഹൃത്തുക്കളെ? 1955. ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് LM സിഗ്വി കമ്മിറ്റി. ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി എന്ന് ചോദിച്ചാല് LM സിഗ്വി കമ്മിറ്റിയാണ്. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്നുകൂടി പറയുന്നു, ഇരട്ട പൗരത്വം എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LM സിഗ്വി കമ്മിറ്റിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. എങ്ങനെയാ പറഞ്ഞത്? ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. ഒന്നുകൂടി പറയുവാണ്, ഒരു വ്യക്തിക്ക് 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ആ പോയിന്റിന്. ഏതൊക്കെയാണ് 5 രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജന്മസിദ്ധമായി ലഭിക്കുന്ന പൗരത്വം അല്ലെങ്കിൽ ബൈ ബർത്ത് എന്ന് പറയും. അതായത് ജനനത്തോടു കൂടി നമുക്ക് ലഭിക്കുന്ന പൗരത്വം. നമ്മളിപ്പോ ഇന്ത്യയിലാണ് ജനിക്കുന്നത്, നമുക്ക് എന്താണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നമുക്ക് ലഭിക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു തലമുറ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ സെറ്റിൽ ആവുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ അവിടുത്തെ പൗരത്വം എടുക്കുകയാണെന്ന് കരുതുക. അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? മറ്റുള്ളവരെക്കാളും പെട്ടെന്ന് പൗരത്വം ലഭിക്കുവാൻ കഴിയും. കാരണം നമ്മൾ എന്താണ്? ഇന്ത്യൻ പൗരനായതുകൊണ്ട്. ആ പോയിന്റ് സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക? ഓർക്കുക. രജിസ്ട്രേഷൻ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയുടെ പൗരത്വം നേടാൻ കഴിയും. ചിരകാല അധിവാസം മുഖേന ഒരുപാട് വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. ഒരുപാട് നാൾ ഇന്ത്യയിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതാണ് ചിരകാല അധിവാസം മുഖേന എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രാദേശിക സംയോജനം മൂലം, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ കൂട്ടിച്ചേർക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശത്തുള്ള വ്യക്തികൾക്ക് ഇന്ത്യയുടെ പൗരത്വം ലഭിക്കും. അതാണ് പ്രാദേശിക സംയോജനം മൂലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സുഹൃത്തുക്കളെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒന്നുകൂടി പറയാം, പ്രധാനമായും 5 രീതിയിലാണ് ഇന്ത്യയിൽ നിന്ന് പൗരത്വം ലഭിക്കുന്നത്. ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരം, ചിരകാല അധിവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഇങ്ങനെയുള്ള 5 രീതിയിൽ പൗരത്വം എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. ഇനി ഇത് 5 എണ്ണവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ ഒരു സിമ്പിൾ കോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. തീരദേശത്തെ ജന്മിയുടെ പിന്നെ രാജിക്ക് ലഭിച്ചു എന്നങ്ങ് പഠിക്കുക. എന്താ പറഞ്ഞത് കോഡ്? തീരദേശത്തെ ജന്മിയുടെ പിന്നെ രാജിക്ക് ലഭിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരകാലവാസം, ദേശത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാദേശിക സംയോജനം, ജന്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി ലഭിക്കുന്നു. ജന്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായി ലഭിക്കുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. അതുപോലെ രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം. ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെടുന്ന രീതികൾ ഏതൊക്കെയാണെന്ന്. പ്രധാനമായും 3 രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്. എത്ര രീതിയിലാണ് സുഹൃത്തുക്കളെ? 3 രീതിയിലാണ് പ്രധാനമായും ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ രീതിയിൽ? ഒന്നാമത്തെ രീതി, പരിത്യാഗം ചെയ്യുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയുടെ പൗരത്വം വേണ്ട എന്നൊരു വ്യക്തി പറഞ്ഞുകൊണ്ട് ആ വ്യക്തി പരിത്യാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ സ്വമേധയാ തന്നെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാക്കുന്നു. അത് ഒന്നാമത്തെ രീതി. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ പൗരത്വം എന്ത് ചെയ്യാം? നഷ്ടപ്പെടുത്താം. നമുക്ക് ഇന്ത്യയുടെ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? പരിത്യാഗം ചെയ്യാം. രണ്ടാമത്തതാണ് പൗരത്വം നിർത്തലാക്കൽ. പൗരത്വം നിർത്തലാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
നമ്മൾ പുറത്തേതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യയുടെ പൗരത്വം നിർത്തലാക്കും. ഇതിനെയാണ് നിർത്തലാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൗരത്വ അപഹരണം എന്തെന്ന് ചോദിച്ചാൽ, പൗരത്വ അപഹരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രോഡ് രീതിയിലൂടെ നമ്മൾ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കോ ഇന്ത്യക്കെതിരെയോ നമ്മൾ ഭീഷണിയാവുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്നതാണ് പൗരത്വ അപഹരണം എന്ന് പറയുന്നത്. എന്താ സുഹൃത്തുക്കളെ, ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ എന്നറിയപ്പെടുന്നത്. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും വാർഡ് ഉണ്ടല്ലേ. നമ്മുടെ ഗ്രാമത്തിനെ പല വാർഡുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഭരണം നടത്തുന്നത്. അപ്പോൾ ആ വാർഡുകളിൽ നടത്തേണ്ട വികസന പ്രക്രിയകൾ എന്തൊക്കെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്ന വേദിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാമസഭ എന്ന്. നഗരങ്ങളിൽ ഗ്രാമസഭ വാർഡ് സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. നഗരങ്ങളിലാണെങ്കിൽ ഗ്രാമസഭയെ വാർഡ് സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. നഗരങ്ങളില് ഗ്രാമസഭ വാർഡ് സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഇതിൽ പങ്കെടുക്കുവാൻ അവകാശമുണ്ട്. അതായത് ഗ്രാമസഭ കൂടുന്ന സമയത്ത് വാർഡിലെ എല്ലാ വോട്ടർമാർക്കും അതിൽ പങ്കെടുക്കുവാൻ അവകാശമുണ്ട്. വാർഡിലെ വോട്ടർമാർക്കെല്ലാം തങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമസഭയിൽ പറയുവാൻ കഴിയും. വാർഡിലെ വോട്ടർമാർക്കെല്ലാം തങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമസഭയിൽ പറയുവാൻ കഴിയും. വാർഡിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഗ്രാമസഭയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാർഡിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ജനങ്ങളാണ് ഇവിടെ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി ആയിരിക്കും. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാ സുഹൃത്തുക്കളെ? ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധിയായിരിക്കും. ഇങ്ങനെ ഗ്രാമസഭകൾക്ക് നേതൃത്വം നൽകുന്ന വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ. പഠിക്കുക സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാമസഭയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളെ അറിയപ്പെടുന്ന പേരാണ് വാർഡ് മെമ്പർമാർ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. വാർഡ് സഭകൾക്ക് നേതൃത്വം നൽകുന്നത് കൗൺസിലർമാരാണ്. പഠിച്ചോളണേ, വാർഡ് സഭകൾക്ക് നേതൃത്വം നൽകുന്ന ആരാണ്? കൗൺസിലർമാരാണ്. അപ്പോ നഗരങ്ങളിലുള്ള വാർഡിൽ നിന്നും വിജയിച്ചു വരുന്ന വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗൺസിലർമാർ. അപ്പോ ഇത് രണ്ടും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. ഒന്നുകൂടി പറയാം, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഗ്രാമസഭയെ വാർഡ് സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭ കൂടുമ്പോൾ അതിൽ പങ്കെടുക്കുവാൻ അവകാശമുണ്ട്. വാർഡിലെ വോട്ടർമാർക്കെല്ലാം തങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമസഭയിൽ പറയുവാൻ കഴിയും. വാർഡിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഗ്രാമസഭയിൽ വെച്ച് ചർച്ച ചെയ്യുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആ വാർഡിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളായിരിക്കും. അവരെ വിളിക്കുന്ന പേരാണ് വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം കൗൺസിലർമാർ. അപ്പോ ഗ്രാമസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആരെന്ന് ചോദിച്ചാൽ വാർഡ് മെമ്പറാണ്. വാർഡ് സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കൗൺസിലർ ആണ്. വാർഡ് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ, നഗരത്തിലുള്ള ഗ്രാമസഭകളെ വിളിക്കുന്ന പേരാണ് വാർഡ് സഭ. ആ വാർഡ് സഭയ്ക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? കൗൺസിലർ ആണ്. അപ്പോൾ എന്താണ് ത്രികങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. സമാന ഗുണം പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങളെ ഉൾപ്പെടുത്തുന്ന ചെറു ഗ്രൂപ്പുകളാണ് ത്രികങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ത്രികങ്ങൾ എന്ന് പറഞ്ഞാൽ സമാന ഗുണം പ്രകടിപ്പിക്കുന്ന, സമാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഗുണം പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങളെ ചേർത്തുകൊണ്ട് ഒരു ചെറു ഗ്രൂപ്പ് എന്ത് ചെയ്തു? ഡൊബറൈനർ നിർമ്മിച്ചു. എന്നിട്ട് അതിനൊരു പേരും കൊടുത്തു. എന്താണ്? ത്രികങ്ങൾ എന്ന്. എന്താ പേര്? ത്രികങ്ങൾ എന്ന്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എന്താണ് ത്രികങ്ങൾ എന്നുള്ളത്? ഡൊബറൈനർ സമാന ഗുണം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരേ ഗുണം പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങളെ, അതാ ഇവിടെ ഇമ്പോർട്ടന്റ് കേട്ടോ, ഒരേ ഗുണം പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. ഇവയെ ത്രികങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ത്രികങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നമ്മളൊന്ന് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം PSCയുടെ ഒത്തിരി ചോദ്യം പേപ്പറിൽ കണ്ടിരുന്നു താഴെ പറയുന്നവയിൽ ശരിയായ ത്രികങ്ങൾക്കുള്ള ഉദാഹരണം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് ഇവർ നമുക്ക് പഠിച്ചു പോകണം. നമുക്ക് നോക്കാം ത്രികങ്ങളുടെ ഉദാഹരണം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ആദ്യത്തെ 3 മൂലകങ്ങൾ കിട്ടിയേ
ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോങ്ഷ്യം, ബേരിയം. കാൽസ്യം, ട്രോങ്ഷ്യം, ബേരിയം. രണ്ടാമത്തെ 3 സെറ്റ് മൂലകങ്ങൾ അതുപോലെ തന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇങ്ങനെ 3 സെറ്റായിട്ട് മൂലകങ്ങളുടെ ചെറു ഗ്രൂപ്പുകളാക്കി മാറ്റി ആര്? ഡൊബറൈനർ. അപ്പൊ ഉദാഹരണം സുഹൃത്തുക്കൾ മറക്കരുത്, ഒന്നുകൂടി പറയാം ഉദാഹരണം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോങ്ഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇങ്ങനെ തന്നെ പഠിച്ചു പോണം. കാരണം ലിഥിയത്തിനിടയ്ക്ക് ചിലപ്പോൾ കാൽസ്യവും അല്ലെങ്കിൽ ബ്രോമിനൊക്കെ PSC ഓപ്ഷൻ ഇട്ട് തരും. അങ്ങനെ 3 വെച്ച് ഇട്ട് തരും. അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും ഒരു സെറ്റ്, കാൽസ്യവും സ്ട്രോങ്ഷ്യവും ബേരിയവും മറ്റൊരു സെറ്റ്, ക്ലോറിനും ബ്രോമിനും അയഡിനും മറ്റൊരു സെറ്റ്. ഇങ്ങനെ മൂന്ന് മൂലകങ്ങളുടെ സെറ്റ് ആയിട്ടാണ് ഡൊബറൈനർ എന്ത് ചെയ്തത്? ത്രികങ്ങൾ എന്നുള്ള അദ്ദേഹത്തിന്റെ ആശയം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർഗീകരണം മുന്നോട്ട് വെച്ചത്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. പഠിക്കുക, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി. അതിനകത്ത് തന്നെ കിട്ടുവേ, തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. തൈറോക്സിൻ, തൈറോയിഡ് ഗ്രന്ഥി. ഭ്രൂണാവസ്ഥയിൽ, ശൈശവാവസ്ഥയിൽ മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. പഠിച്ചോളുക. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോക്സിൻ ആണ് കേട്ടോ. അതാണ് ജനിച്ച ഉടനെ ചില കുട്ടികൾക്കൊക്കെ തൈറോക്സിൻ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് കേട്ടോ. കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. എന്താ സുഹൃത്തുക്കളെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു മനുഷ്യന് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. പ്രീവിയസ് ചോദ്യമാണ് ഇവയെല്ലാം. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. തൈറോക്സിൻ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം അയഡിൻ ആണ്. തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം ചോദിച്ചാൽ അത് അയഡിൻ ആണ്. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗമാണെങ്കിൽ അത് ക്രെറ്റനിസം. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗമാണെങ്കിൽ അത് ക്രെറ്റനിസവും. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവർക്കുണ്ടാകുന്ന രോഗമാണെങ്കിൽ അത് മിക്സഡിമയുമാണ്. പഠിക്കുക, തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗം ഏതാണെങ്കിൽ അത് ക്രെറ്റനിസവും, തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവർക്കുണ്ടാകുന്ന രോഗമാണെങ്കിൽ അതിനെ മിക്സഡിമ എന്ന പേരിലും അറിയപ്പെടുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഭ്രൂണാവസ്ഥയിൽ, ശൈശവാവസ്ഥയിലും മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. ബേസൽ മെറ്റബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് തൈറോക്സിൻ ആണ്. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയാണെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസം എന്നും, തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ ഹൈപ്പോ തൈറോയിഡിസം എന്നും അറിയപ്പെടുന്നു. മറക്കല്ലേ, തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസവും തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം എന്നും അറിയപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ മൂലകം അയഡിൻ ആണ്. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗം ക്രെറ്റനിസവും, തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവർക്കുണ്ടാകുന്ന രോഗമാണെങ്കിൽ അത് മിക്സഡിമയുമാണ്. പഠിക്കുക. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. LGS LDC മുന്നിൽ കണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാവരും പഠിച്ചിട്ട് വേണം ഈ പോയിന്റ്സ് എല്ലാം പോവാനായിട്ട്. ഒന്നാമത്തെ പോയിന്റ് വേദാധികാര നിരൂപണം, രണ്ടാമത്തത് പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതഛേദനം, ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം, തമിഴകം. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഇതിൽ തന്നെ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമതഛേദനം, ആദിഭാഷ, ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക. നമുക്ക് കോഡിലേക്ക് പോകാം.
ചട്ടമ്പിയായ ആദി മോക്ഷം കിട്ടാനായി ക്രിസ്തുവിന്റെ പ്രാചീന വേദം വായിച്ചു. ഇതങ്ങ് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ഇതിന്റെ രണ്ടാം ഭാഗം ഉടനെ തന്നെ വരുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നന്ദി, നമസ്കാരം.